സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഒരു ആമസോണിൽ ഒരു അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ക്രോമിൽ പോയിട്ട് ആമസോൺ അസോസിയേറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കയറുക. ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്, ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് ജസ്റ്റ് വേറെ സംഭവമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ കൊടുത്തൊന്ന് ലോഗിൻ ആവുക. അപ്പോൾ ജസ്റ്റ് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അപ്പോൾ ചെയ്യാനുള്ള ഇത് വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ വരും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അടുത്ത് കാണാൻ പറ്റുക. അതിൽ നിങ്ങൾ ജസ്റ്റ് കൺട്രി നിങ്ങൾ ഇന്ത്യൻ റുപ്പി അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ പോകേണ്ടതെന്ന് വെച്ചാൽ amazon.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിൽ പോവുക. അതിനകത്ത് പോവുക, അല്ലെങ്കിൽ കയറി എന്നിട്ട് അതിനെ ഡെസ്ക് ടോപ്പ് മോഡിലോട്ട് ഇടുക. ഓക്കെ, അതിനാണ് ഇപ്പോൾ എൻ്റെ കിടക്കുന്നത്. ഇതാണ് ഈ ഒരു സംഭവത്തിൽ ഇടുക. അതിന് ശേഷം അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനി നമുക്ക് വേറൊരു സംഭവമുണ്ട്. ഈ ലിങ്ക് നമുക്ക് അഫിലിയേറ്റ് ലിങ്ക് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇൻകം കിട്ടുള്ളൂ. ബാക്കി എനിക്ക് അറിയാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ പിന്നെ വേറൊരു സംഭവമുണ്ട്. ഇത് ലോഗിൻ ചെയ്ത് ആദ്യത്തെ നമ്മൾ ആമസോൺ അസോസിയേറ്റ് എന്ന് പറഞ്ഞ സൈറ്റിൽ കയറുമ്പോൾ ലാസ്റ്റ് ഒരു സംഭവം കാണിക്കും. നിങ്ങൾ ഈ സാധനം എങ്ങനെയാണ് അറിഞ്ഞത്, അതായത് ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണോ, അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങളത് അനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് എന്താ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവരത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ നോർമൽ ലിങ്കല്ല അയക്കാവുള്ളേ, അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് വേറൊരു സംഭവം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ അസോസിയേറ്റ് സൈറ്റിൽ വന്നിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൂൾസ് എന്ന് പറയുന്ന സംഭവമാണ്, ജനറേറ്റ് ലിങ്ക് ആൻഡ് പ്രോഡക്ട്സ്, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ആദ്യത്തെ സൈറ്റ് സ്ട്രിപ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ നിങ്ങൾ ലേൺ മോർ കൊടുക്കുക. ലേൺ മോർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഡിസ്പ്ലേ സ്റ്റാറ്റസ് എനേബിൾ ആണോ എന്ന് നോക്കുക. ഇത് എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കുക. അല്ലെങ്കിൽ ഗെറ്റ് ലിങ്ക് ഷെയർ ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ഷെയർ എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നത് എനിക്ക്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ആ സംഭവം. ജസ്റ്റ് നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് amazon.in എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പോവുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക, അല്ലെങ്കിൽ കറക്റ്റ് മനസ്സിലാവില്ല. amazon.in ഇന്ത്യ, ഓക്കെ. അതിനകത്ത് തിരിച്ച് കയറുക. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഒരു ചെയ്യണതിനൊരു നിങ്ങൾക്കൊരു ഒരു യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ വാട്സപ്പ് ചാനലോ എന്തെങ്കിലും വേണം. അതായത് കുറച്ച് റീച്ചുള്ള ഒരു ചാനൽ വേണം. എന്തായാലും ഒരു യൂട്യൂബ് ആയാലും ഇൻസ്റ്റയായാലും കുഴപ്പമില്ല. ഏതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ആഡ് എടുത്ത് നിങ്ങൾ ഇടണം. എന്തായാലും ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സൺസ്ക്രീമിൻ്റെ ഒരു സംഭവമാണ്. നമുക്ക് ഈ ഒരു സാധനത്തിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ, ഞാൻ ലിങ്കിൻ്റെ കാര്യം പറഞ്ഞുതരാം. അതിന് ജസ്റ്റ് സംഭവം പറഞ്ഞുതരാം. ഈ ഒരു സാധനം എടുത്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റും. അല്ലാതെ ഫ്രണ്ട്സ് അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റാ അക്കൗണ്ടിൽ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട്, നമ്മളറിയാത്ത ആൾക്കാരെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് ഇടുക, സ്റ്റോറി ഇടുക. ഈ പടം എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ട് ഇപ്പോൾ ഓഫർ പ്രൈസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 1500 ഇപ്പോൾ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അങ്ങനെ ഓഫർ എന്ന് പറഞ്ഞിട്ട് ബാക്ക് ടു ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുക ഈ ഒരു സൺസ്ക്രീം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻസ്റ്റ, വാട്സപ്പ് സ്റ്റാറ്റസ് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് വയ്ക്കുക. യൂട്യൂബിൽ നിങ്ങൾക്ക് ഇടാം വീഡിയോസ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ എന്തായാലും ആരും വാങ്ങാതിരിക്കില്ല, എന്തായാലും അവർ ഓഫർ പ്രൈസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇടുക. അപ്പോൾ ഇത്രയ്ക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ പറഞ്ഞിടുക. അപ്പോഴെന്തായാലും ആരെങ്കിലുമൊക്കെ എന്തായാലും പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ കയറി നോക്കുക ആരെയും. അപ്പോൾ എന്തായാലും ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വാങ്ങാമെന്ന് പറഞ്ഞാൽ അവർ പിന്നീട് വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് അതിലൊരു എന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിനൊക്കെ 5% ഒക്കെയാണ് കമ്മീഷൻ കിട്ടുന്നത് ബ്യൂട്ടി പ്രോഡക്ട്സിന്. അപ്പോൾ 5% കമ്മീഷൻ നിങ്ങൾക്ക് തരും അവർ, ഈ സാധനം അവർ വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റയിൽ, യൂട്യൂബിൽ, ടെലിഗ്രാം, വാട്സപ്പ് ഇതിലെല്ലാത്തിലും നിങ്ങൾ മാക്സിമം ഇടാൻ നോക്കുക.
അപ്പോൾ എൻ്റെ ഒരു ഇൻസ്റ്റ, വാട്സപ്പ്, ടെലിഗ്രാം എന്നൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൽ ബോർഡിൽ കയറി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റയിൽ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ അതിലിങ്ങനത്തെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾ അത്രയും ചെയ്തതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആമസോൺ.ൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മേളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ടല്ലേ, കാണിച്ചുതരാം. ഇത് ഉണ്ടോ? ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഗെറ്റ് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഇതുകൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് വരുള്ളൂ. എനേബിൾ ചെയ്യണം എന്തായാലും. എന്നിട്ട് ഗെറ്റ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം ഗെറ്റ് ലിങ്ക് കൊടുക്കുക. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് ചെയ്യാനുള്ളതെന്ന് നിങ്ങൾ ആ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ഈ ഒരു സംഭവം എടുത്തിട്ട് ഇത് ഈ ലിങ്കാണ് ഒന്ന് കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. ഓക്കെ, ഒന്ന് കോപ്പി ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ ഒരു പടത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാമെന്ന് വയ്ക്കുക. ഇൻസ്റ്റയിലോ വാട്സപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ വാട്സപ്പിൽ നമ്മൾ കൊടുത്തിട്ട് വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ട് അതിന് താഴെ നിങ്ങൾ എന്ത് ഓഫർ പ്രൈസാണ്, അങ്ങനെയാണ് ലോ പ്രൈസ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ട് ലിങ്ക് ഗെറ്റ് ഇൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അടിച്ചിട്ട് ഗെറ്റ് ലിങ്ക് കൊടുക്കുക. ഇതിൻ്റെ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് ഈ ലിങ്ക് അവിടെ കൊടുക്കുക. അപ്പോൾ ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% കമ്മീഷൻ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 1-2 സാധനം മൊത്തം ഈ ആമസോണിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ അയച്ചു കൊടുത്തിട്ട് ആരെങ്കിലും വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഇതാണ് സംഭവം. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് അതൊക്കെ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനൊന്നും നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ അത് കൊടുത്താലേ ബാങ്ക് മിനിമം വിഡ്രോവൽ എന്ന് വെച്ചാൽ 1000 രൂപ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് കിട്ടി തുടങ്ങുള്ളൂ. ഓക്കെ, 1000 രൂപയാണ്. ഇപ്പോൾ 5% കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് എത്ര വരുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു 1500 രൂപയുടെ പ്രോഡക്റ്റിനാണെങ്കിൽ കമ്മീഷൻ 5% കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു 200 രൂപയൊക്കെ വരുമെന്നും അറിയില്ല. 200ഒക്കെ വരുമായിരിക്കും. ഓക്കെ, എന്തായാലും അറിയില്ല കറക്റ്റ്. അപ്പോൾ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആമസോൺ അസോസിയേറ്റ് എന്ന് പറഞ്ഞ ഈ സൈറ്റിൽ കയറുക നിങ്ങൾ. പിന്നെയും അത്രയും സെറ്റായതിനു ശേഷം എന്നിട്ട് ആമസോൺ അഫിലിയേറ്റ് ഓക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ലിങ്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ. പക്ഷെ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ. ഇൻസ്റ്റയിൽ, വാട്സപ്പിലും ടെലിഗ്രാമിലും നമുക്കൊരു ഗ്രൂപ്പുണ്ട്, അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഇതിൽ ചെയ്യൽ വരിക നിങ്ങൾ. എന്നിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ ചെയ്യേണ്ട ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അക്കൗണ്ട്സ് ഇവിടെ ഇല്ലല്ലോ. അക്കൗണ്ട്സിൽ കയറിയിട്ട് അക്കൗണ്ട് സെറ്റിങ്സ് കയറുക. എന്നിട്ട് അക്കൗണ്ട് സെറ്റിങ്ങിൽ കയറിയിട്ട് ഈ ഒരു സംഭവം ചേഞ്ച് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ചേഞ്ച് പേയ്മെൻറ്റ് മെത്തേഡ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അതിൽ കണ്ട് എഴുതിയിട്ടുണ്ട്, കറക്റ്റ് എഴുതിയിട്ടുണ്ട് സംഭവം. മിനിമം നമ്മൾ 1000 രൂപയെങ്കിൽ ഏൺ ചെയ്തിരിക്കണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുള്ളൂ. മിനിമം 1000 രൂപയെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഏൺ ചെയ്യണം. എന്നിട്ട് ബാക്കി പിന്നീട് എപ്പോഴും 1000 രൂപ ആകുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ആകുമ്പോൾ തന്നെ നമ്മൾ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക് വരുമായിരിക്കും, അങ്ങനെയാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ടിക്ക് കൊടുത്തുവിടാം. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യുന്ന കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്ന് ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾ US പേഴ്സൺ ആണോ അല്ലയോ എന്ന് ചോദിക്കുക. അപ്പോൾ എന്തായാലും അത് US ഉണ്ട് ഈ ഒരു സംഭവം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ US യെസ് എന്ന് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നോ എന്ന് കൊടുത്താൽ മതി. യെസ് എന്ന് കൊടുക്കേണ്ട US അങ്ങോട്ടുള്ള ആൾക്കാർക്കാണ്, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ നോ എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാങ്ക് ലൊക്കേഷൻ കൊടുക്കുകയാണ്. ബാങ്ക് ലൊക്കേഷൻ നമ്മൾ ഇന്ത്യ, കേരള എന്നുണ്ടോ? ഇല്ല, ഇന്ത്യ എന്ന് മാത്രമാണ് ഉള്ളതെന്ന് തോന്നുന്നു. സാറ് സംഭവം ഇവിടെ കൊടുക്കുക കറക്റ്റായിട്ട്. ഇന്ത്യയിൽ നിന്ന് കേരളയിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ മതി. ഇന്ത്യയിൽ നിന്നാണെന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് കറൻസി നമ്മൾ നോക്കുക. ബാങ്ക് കറൻസി ഇന്ത്യൻ റുപ്പി ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ബാങ്ക് അക്കൗണ്ട് നമ്പർ നിങ്ങൾ അവിടെ കൊടുക്കുക. അതിനുശേഷം ബാങ്ക് നെയിം ഇവിടെ കൊടുക്കുക, കറക്റ്റ് നിങ്ങളെ ബാങ്ക് നെയിം. അതിനുശേഷം ഇവിടെ വന്നിട്ട് ബാങ്ക് അക്കൗണ്ട് കറക്റ്റ് നമ്പർ ഉണ്ടല്ലോ നമ്മളിവിടെ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് നമ്പർ, അത് ജസ്റ്റ് ഒന്ന് പിന്നെയൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ്.
അതിനുശേഷം IFSC കോഡുണ്ട്, ജസ്റ്റ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഒരു ഇതില്ലേ കോഡ് ബാഗിൻ്റെ, അതൊരു സംഭവം IFSC കോഡ് ഓക്കെ, അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അത് സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും, ബാങ്ക് അക്കൗണ്ടിലായിട്ട് ലിങ്ക് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ കറക്റ്റ് ഒരു 1000 രൂപ മിനിമം ഏണിങ് ആകുമ്പോൾ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പോൾ ഒരു കുറച്ച് റീച്ചുള്ള ചാനലിടുക. അപ്പോൾ എന്താ യൂട്യൂബ് ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് വീഡിയോ ആയിട്ട് ഇടാൻ നോക്കുക. വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ബെറ്റർ. യൂട്യൂബിലൊക്കെ പോസ്റ്റ് പിന്നെ ഞങ്ങളല്ല പോസ്റ്റ് ഇടില്ല, ആ ഒരു സംഭവമൊക്കെ യൂട്യൂബിൽ ഇട്ടുന്ന അത്രയും ആൾക്കാർ കാണാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ മാക്സിമം വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ റീച്ചായാൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിലൊരു പേജ് ഉണ്ടാക്കുക. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു പേജ് തുടങ്ങുക, ഒരു പേരിട്ടിട്ട് ഇൻസ്റ്റയിലൊരു പേജ് തുടങ്ങിയിട്ട് അതിനകത്ത് നിങ്ങൾ ഈ ഒരു പോസ്റ്റോ വീഡിയോ എന്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം, എല്ലാം എടുത്തിടുക. അതിൽ നിങ്ങൾ ഇപ്പോൾ ഓഫർ നമ്മൾ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എടുത്തിടുക. അപ്പോൾ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളെ എബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ യൂട്യൂബിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക്. അപ്പോൾ ഞാൻ കണ്ടില്ല, ആദ്യം ഇതാണ് ഇട്ട സംഭവം. ഇത് നമ്മൾ ആമസോണിൻ്റെ അല്ലേ, ഇത് വേറൊരു സംഭവത്തിൻ്റെയാണ്. ഞാൻ എന്തായാലും വേറൊരു ഷെയർ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് വേറൊരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇനി മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടില്ല. എന്തായാലും വേണമെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്യാൻ. ഓക്കെ, നമ്മളത് നിങ്ങൾക്ക് കരുതി കാണിച്ച സംഭവം, ഈ ഒരു സംഭവം ഞാനുള്ളത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ഇട്ടിട്ട് ലിങ്കും ഒരു ഓഫറാണെന്ന് പറഞ്ഞിട്ട് ഇട്ടു. ചെക്ക് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ഔട്ട് ദിസ് ലിങ്ക് എന്ന് പറഞ്ഞ് അടിച്ചിട്ടിട്ടു. അപ്പോൾ ഇത് ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ചാനലിൽ വലിയ റീച്ചൊന്നുമില്ല, അത് കാര്യം വന്നിട്ടില്ല, ജോയിൻ ആയിട്ടുള്ള പുതിയൊരു ചാനലാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജസ്റ്റ് ബോർഡിൽ കയറിയിട്ട് ജോയിൻ ആവുക. പക്ഷേ ഒരു ആമസോൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ പോകുന്ന ആ ഒരു സൺസ്ക്രീമിൻ്റെ ഉണ്ടോ, നേരെ നിങ്ങൾ പറഞ്ഞ ആ സംഭവത്തായിരിക്കും. അപ്പോൾ ഇതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങുന്ന ആൾക്കാരെ കൊണ്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിയാൽ നമുക്ക് കിട്ടും കമ്മീഷൻ, അതാണ് കാര്യം. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചെയ്ത് നമ്മൾ വേറൊരു സൺസ്ക്രീമിൻ്റെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ലിങ്കും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത അതിൽ കയറുമ്പോൾ അതിൻ്റെ ഇതിൽ പോവും, കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓഫറാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇടുക, ആരെങ്കിലും വാങ്ങി ഉറപ്പാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്കാണിത്. ഇത് നിങ്ങൾക്ക് വേണ്ടല്ലോ, ഇതിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഓക്കെ, അതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് പറഞ്ഞത്, അത് ഞാൻ വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ കൊടുക്കാം, ബോർഡിലും ഉണ്ട്. ഓക്കെ, ഇൻസ്റ്റ അക്കൗണ്ട് ഞാൻ കൊടുക്കാം. ഇൻസ്റ്റ അക്കൗണ്ടാണ് നമ്മൾ ഇത് വരുന്നത്. നമ്മൾ പുതിയൊരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയതാണ്, അതുകൊണ്ട് വലിയ റീച്ചൊന്നും ആയിട്ടില്ല. ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ഒരു വാർഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്, നമ്മൾ ക്ലോത്തൊക്കെ വയ്ക്കുന്നത്. ആ ഒരു സംഭവത്തിൻ്റെ ലിങ്ക് ബൈ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, പുതിയ അപ്ഡേറ്റിന് എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, മേളിൽ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബയോയിൽ കൊടുക്കാൻ നോക്കുക, ഇൻസ്റ്റയിൽ ഇടുന്നവരൊക്കെ ബയോയിൽ കൊടുക്കുക. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുക, പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്തായിരിക്കും എടുക്കാൻ പറ്റില്ല, സാധനം ബൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് 1 2 3 ഞാൻ ആമസോണിൽ ഇട്ടിട്ടുണ്ട്. തുടങ്ങിയതായതുകൊണ്ട് വലിയ റീച്ചില്ല. പിന്നെ സ്റ്റോറി ഇടുക നിങ്ങൾ, പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇവിടെ, പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇത് കണ്ടിട്ട് അവർ ബയോയിൽ വന്ന് എടുക്കുക, കണ്ടല്ലേ? ബയോയിൽ ഞാൻ ഒരു പേരൊക്കെ ഇട്ടിട്ട് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെത്, യൂട്യൂബിൻ്റെ, ടെലിഗ്രാമിൽ. ഓക്കെ, ടെലിഗ്രാമിൻ്റെ അവിടെ കാണിച്ചു. എല്ലാത്തിലും നിങ്ങൾ ഇടുക. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇടുമ്പോൾ ടെലിഗ്രാമിൽ, ഇൻസ്റ്റയിൽ, വാട്സപ്പിൽ എല്ലാത്തിലും നിങ്ങൾ ഇടുക. അപ്പോൾ ഇതാണ് എൻ്റെ ടെലിഗ്രാമിലെ ലിങ്ക്. ടെലിഗ്രാം ഗ്രൂപ്പ് ചാനലാണ് പുതിയൊരു തുടങ്ങിയത്. ഇതും വലിയ റീച്ച് ആയാലും 17 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സംഭവം യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ തുടങ്ങുക. ഓക്കെ, ഈ യൂട്യൂബ് ഒരു വാട്സപ്പ് ചാനൽ, യൂട്യൂബ് ചാനൽ തുടങ്ങി വാട്സപ്പ് ചാനൽ തുടങ്ങുക, എന്നിട്ട് അതിലുള്ളത് ഇതിലൊക്കെ ഇടുക. ഇപ്പോൾ എല്ലാം ഉള്ളവരാണെങ്കിൽ, ഇൻസ്റ്റയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റയിൽ, വാട്സപ്പിൽ, ടെലിഗ്രാമിൽ, യൂട്യൂബിൽ എല്ലാത്തിലും ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കണ്ട ആൾ ഇത് വാങ്ങും, അതിൽ നിന്ന് കണ്ട ആൾ അതിൽ നിന്ന് വാങ്ങും, അങ്ങനെ ഒരുപാട് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ലിങ്ക് മാത്രം കൊടുത്താൽ മതി. എന്താണ്ട് സാധനത്തിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര്, ഇപ്പോൾ അത് ഓഫർ പ്രൈസിന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ലിങ്ക് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആൾക്കാർ എന്തായാലും വാങ്ങുന്നതായിരിക്കും. ഓക്കെ, വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കാണ് ബെനിഫിറ്റ്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ ഞാൻ വാട്സപ്പിൻ്റെ ചാനലിലേക്ക്, ടെലിഗ്രാമിൻ്റെ എല്ലാത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലാത്തവർക്ക് നമ്മളെ യൂട്യൂബിൻ്റെ ഇതുണ്ടല്ലോ,
ഓക്കെ ഇവിടെ ഓക്കെ യൂട്യൂബിൻ്റെ ഇതിൽ കാണും നമ്മളെന്ത് സാധനം, അതിൻ്റെ പേരെന്താ, യൂട്യൂബിൻ്റെ മറ്റേ ബയോ ഉണ്ടല്ലോ, യൂട്യൂബിൽ കാണും. ഓക്കെ എബോട്ടിൽ തന്നെ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതാണ് എൻ്റെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ഇതിൽ മോർ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ലിങ്ക് അവിടെ നിന്ന് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മോർ കൊടുത്തിട്ട് ഇവിടെ നിന്ന് എടുക്കുക. ഓക്കെ, ഇൻസ്റ്റ അക്കൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ഫേസ്ബുക്കിൽ ഇടില്ല, ഞാൻ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് സെക്കൻഡ് അക്കൗണ്ടാണ് യൂട്യൂബിൻ്റെ, അത് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് യൂട്യൂബ് ചാനൽ. പിന്നെ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ ഇത് എബോട്ടിലാണ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.